ഹായ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ DPN ആക്ടിവിറ്റി, സൈക്കോളജിയിലെ DPN ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് DPN ആക്ടിവിറ്റി എന്ന് പറയുന്നതിന് മുമ്പായിട്ട്, അതായത് ഈ DPN ആക്ടിവിറ്റിയിൽ ഒരു 4 സ്റ്റെപ്സാണ് അല്ലെങ്കിൽ 4 സ്റ്റേജുകളാണ് ഇതിലുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ലൈഫിലെ ആക്ടിവിറ്റീസിനെ കുറിച്ച് ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് തുടങ്ങി രാത്രി ഉറങ്ങുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പോസിറ്റീവ് ഹോർമോൺസ് പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസും അതേപോലെ ശരീരം നെഗറ്റീവ് ഹോർമോൺസ് പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. ഒരു ഉദാഹരണം എടുത്താൽ രാവിലെ എണീറ്റിട്ട് ശരീരം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തു, അപ്പോൾ അതൊരു പോസിറ്റീവ് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ആക്ടിവിറ്റിയാണ്. നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു, അതൊരു പോസിറ്റീവ് ആക്ടിവിറ്റിയാണ്. അതുപോലെ നമ്മളൊന്ന് ജോഗിങ്ങിനോ ചെറിയ എക്സസൈസിനൊക്കെ പോയി, അതൊരു പോസിറ്റീവ് ആക്ടിവിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ജോലിക്ക് പോയി, അപ്പോൾ അത് രണ്ടും പോസിറ്റീവ് ആക്ടിവിറ്റിയാണ്. ജോലി സ്ഥലത്ത് വന്നപ്പോഴേക്കും നമ്മുടെ ബോസായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ക്ലയൻ്റായിട്ടോ നമ്മളൊരു ചെറിയൊരു സംസാര പിശകുണ്ടായി, അതൊരു നെഗറ്റീവ് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ആക്ടിവിറ്റിയാണ്. ജോലിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്കുകൾ നമുക്ക് വന്നുകൊണ്ടിരുന്നു, അതൊരു നെഗറ്റീവ് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ആക്ടിവിറ്റിയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബോസിൻ്റെയോ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെയോ ഭാഗത്ത് നമ്മൾ കുറച്ച് ശകാരം കേൾക്കേണ്ടി വന്നു, അതൊരു നെഗറ്റീവ് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ആക്ടിവിറ്റിയാണ്. വീണ്ടും വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാരായിട്ട് ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ അവിടെ കുറച്ച് കശപിശ സംസാരം ഉണ്ടായി, അതൊരു നെഗറ്റീവ് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ആക്ടിവിറ്റിയാണ്. ഇതിന് ശേഷം വീണ്ടും നമ്മൾ വീട്ടുകാരായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി സമാധാനത്തിലോട്ടായി, അത് ഒരു പോസിറ്റീവ് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ആക്ടിവിറ്റിയാണ്. വീണ്ടും നമ്മൾ വൈകുന്നേരം നമ്മുടെ സുഹൃത്തുക്കളൊപ്പം പുറത്തു പോയി ഹോബീസ് എന്തൊക്കെയാണ് അതൊക്കെ ചെയ്തു, രാത്രി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തു, ഇതൊക്കെ പോസിറ്റീവ് ഹോർമോൺസ് പുറപ്പെടുവിക്കുന്ന ആക്ടിവിറ്റിയാണ്. അപ്പോൾ DPN ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ DPN സ്റ്റാൻഡ്സ് ഫോർ ഡെയിലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്ടിവിറ്റീസ്. ഒരു ദിവസം നമ്മുടെ ചെയ്യുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളെ ട്രാക്ക് ചെയ്യുന്ന, ജേണൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടാസ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബുക്ക് എടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ ബുക്ക് എടുത്തിട്ട് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ അന്നത്തെ ദിവസം നമ്മൾ ചെയ്ത പോസിറ്റീവ് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് 1, 2, 3, 4 എന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതുക. സെക്കൻഡ് പേജ് എടുക്കുക. സെക്കൻഡ് പേജിൽ നമ്മൾ അന്ന് ചെയ്ത നെഗറ്റീവ് ആക്ടിവിറ്റീസ്, മീൻസ് നെഗറ്റീവ് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. 1, 2, 3 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്ത് എഴുതുക. മൂന്നാമത്തെ പേജ് എടുക്കുക. ഇതിൽ എങ്ങനെ ഈ നെഗറ്റീവ് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ആക്ടിവിറ്റീസിനെ പോസിറ്റീവ് ആക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള എഴുതി വെക്കുക. അതാണ് നമ്മൾ മൂന്നാമത്തെ പേജിൽ ചെയ്യേണ്ടത്. നാലാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയ ആ രണ്ടാമത്തെ പേജ്, അതായത് നെഗറ്റീവ് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ പേജ് കീറിയെടുക്കുക, അത് നമ്മൾ കത്തിച്ച് കളയുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മുടെ മൈൻഡ് നന്നായിട്ടൊന്ന് ക്ലെൻസ്ഡ് ആകാനും അത് കുറേ കൂടി പോസിറ്റീവായിട്ട് റീകണ്ടീഷൻ ചെയ്യാനും ഹെൽപ്ഫുൾ ആവുന്നതാണ്. കാരണം നമ്മൾ ഓൾറെഡി പോസിറ്റീവ്സ് എഴുതി നെഗറ്റീവ്സിനെ എങ്ങനെ പോസിറ്റീവ്സ് ആക്കാൻ സാധിക്കുമായിരുന്നു എഴുതി. അപ്പോൾ ഇതൊരു 40 days നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്ന് റീകണ്ടീഷൻഡ് ആവുന്നതാണ്.